ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കാരണം നമ്മുടെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. കൊട്ടാരക്കരയിൽ വെച്ചാണ്. അപ്പോൾ നമുക്ക് ബാക്കി റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. രാവിലെ നമ്മൾ എണ്ണീച്ച് കുളിച്ച് സെറ്റായിട്ടിരിക്കുക. ഇനി ഒരുങ്ങണം. അവർ പിന്നെ കാറുമായിട്ട് വരും. നമുക്ക് നേരെ അതിലേക്ക് പോവാം. ഓക്കെ, ബൈ. ഞങ്ങളങ്ങനെ ഒരുങ്ങി സെറ്റായിട്ട് വീടിനടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ എൻഗേജ്മെൻറ്റിന് പോകാൻ പോവാ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് പേരുണ്ട്. അവരെ വെയിറ്റ് ചെയ്ത് നമ്മളിവിടെ ഇങ്ങനെ വണ്ടിയും വെയിറ്റ് ചെയ്തിരിക്കുക. അതെ, അല്ലല്ല കൊട്ടാരക്കര. അങ്ങനെ കാത്തിരുന്നിരുന്ന ഒടുവിൽ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ടൈം അപ്പോഴത്തേക്ക് രാവിലെ ഒരു 7:30 ആയി കാണും കേട്ടോ. നമ്മൾ കാറിൽ കയറി ഇതേണ്ട ഈ ഫ്രണ്ടിൽ പർപ്പിൾ ഇട്ടേക്കുന്നവനാണ് കേട്ടോ നമ്മുടെ ചെറുക്കൻ. കാറിൽ കയറി ഞങ്ങൾ അങ്ങോട്ട് പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് നൈസായിട്ട് വൈബ് ആസ്വദിച്ച് പറഞ്ഞു. അത് കാണുമ്പോൾ വിചാരിക്കും പുള്ളിക്കാരി ആരോട്ട് കാര്യമായിട്ട് സംസാരിക്കുകയാണെന്ന്. പക്ഷെ അല്ല, ഒളിച്ചിരുന്ന് ലിപ്സ്റ്റിക് ഇടുവാ. ഒന്നര മണിക്കൂറിന് യാത്രയ്ക്ക് ശേഷം നമ്മൾ കൊട്ടാരക്കരയിൽ എത്തി കേട്ടോ. ഇവിടെ ഒരു ബ്യൂട്ടി പാർലറിൽ കയറണമായിരുന്നു. ആ ചേട്ടന് ഹെയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു. അതിനുശേഷം നമ്മൾ പോയത് വെട്ടിക്കവല കൊട്ടാരക്കര ക്ഷേത്രത്തിലായിരുന്നു. അവിടെ കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യാണ്ടായിരുന്നു. അതുമല്ല, ഇവർ ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ടിട്ടില്ല. മേക്ക് ഓവർ ചെയ്തതിന് ശേഷം കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഞങ്ങൾ ഒരു അത്യാവശ്യം കുറേ ടൈം ഞങ്ങൾ നല്ല പോസ്റ്റായി. പെണ്ണിന്റെ വീടും ഈ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ. അങ്ങനെ അവര് കാത്തിരുന്ന നിമിഷം എത്തി. ചെറുക്കന്റെ പേര് വിനു എന്നാണ് കേട്ടോ. പെണ്ണിന്റെ പേര് സ്നേഹ. ഇവരുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു കേട്ടോ. ഒരു 5-6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവരുടെ ഈ നല്ലൊരു ദിവസം എത്തിയത്. അവർ രണ്ടുപേരും ആഗ്രഹിച്ച പോലെ നല്ല രീതിയിൽ അതെല്ലാ കാര്യങ്ങളും നടന്നു. അങ്ങനെ തന്നെ ഇനി ജീവിതം അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. അതുപോലെ ഞങ്ങൾ കാത്തിരുന്ന കാര്യം എത്തിയിട്ടുണ്ട്, സദ്യ. അത് രാവിലെ എണീറ്റ് ഞങ്ങൾ എൻഗേജ്മെന്റ് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ സദ്യ ഒടുവിലെത്തി. നല്ല സദ്യയായിരുന്നു. ഒരുപാട് കറികളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചു. ഇതാണ് ഗൈസ് ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന വൈറ്റ് ഷർട്ട് ഇട്ട കിരൺ കുഞ്ഞുമോൻ. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ പോയത് അവിടെ അടുത്തുള്ള ഒരു സ്പോട്ടിലേക്കായിരുന്നു. മീൻപിടിപ്പാറ DTPC കൊല്ലം. മെയിനായിട്ട് ഇവിടെ കപ്പിൾ സ്പോട്ടാണ് ഗൈസ്. പിന്നെ ഇപ്പോഴത്തേക്കാട്ടി രസം എനിക്ക് തോന്നുന്നു മഴക്കാലത്തായിരിക്കും ഇച്ചിരി ബെറ്റർ കാണാൻ. കാരണം ഇപ്പോൾ ഇച്ചിരി വെള്ളം കുറവാണ്. എന്നാലും അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് അവിടെ വൈബ് ആസ്വദിക്കാൻ. ഒരുപാട് പേര് അവിടെ കുളിക്കാനും ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഞങ്ങളവിടെ ഉണ്ടൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പേര് താഴെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ അകത്തോട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. അകത്തോട്ട് കുറച്ച് ദിവസം നടന്നു പോകാമെങ്കിൽ ചിൽഡ്രൻസ് പാർക്കും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കാണാം. അങ്ങനെ നടന്ന് എൻ്റെ കാലൊരു പരുവായി. കാരണം എൻ്റെ ചെരുപ്പ് ഒരു ഇതില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ കാല് നല്ലപോലെ നോവുന്ന കാരണം ഞാൻ ചെരുപ്പ് ഊരി കൈ പിടിച്ചു. അപ്പോൾ എൻ്റെ ഭർത്താവിന് സ്നേഹം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെരുപ്പ് ഊരി എനിക്കിങ്ങനെ തന്ന്. അങ്ങനെ ഞങ്ങൾ 5 പേരും നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് ഇതിനകത്ത് തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ 5 പേർക്കും 5 ചായ പറഞ്ഞു. ചായ വന്നു, ചായ കുടിച്ചു. ഒന്നേ എടുത്തോളെ. ചായയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് നമ്മൾ ഉത്രാളിക്കാവ് ക്ഷേത്രം പോലെ ഒരു ക്ഷേത്രം നമ്മൾ അവിടെ കണ്ടു. പിന്നെ അവിടെ കയറി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഈ യാത്രയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാരെ കാണാനും പറ്റി. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കയറി. അങ്ങനെ വരുന്ന വഴിക്ക് വീണ്ടും ഒരു പുഞ്ചയിൽ നമ്മൾ കാറൊക്കെ ഒതുക്കി ഇട്ടപ്പം 2 പിള്ളേർ അവിടെ നിന്ന് ചൂണ്ടിടുന്നുണ്ട്. പിന്നെ അവരുടെ കുറച്ച് ചെറിയൊരു വീഡിയോ എടുത്തിട്ട് അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് കരുനാഗപ്പള്ളി ഷവർമാക്സ് കഫേയിലോട്ടാണ് പോയിരുന്നത്. കരയിൽ നിന്ന് ഒരു 2 മണി കഴിഞ്ഞ് ഇറങ്ങിയെങ്കിലും നമ്മൾ കരുനാഗപ്പള്ളി വന്നത് ഒരു 5 മണി അടുപ്പിച്ചായി കേട്ടോ. കാരണം നമ്മൾ അത്രയും സ്ഥലങ്ങൾ കയറി ഇറങ്ങി വന്നതുകൊണ്ട് ഒരുപാട് സമയം അവിടെ തന്നെ പോയി. അത്രയും ദൂരം യാത്ര ചെയ്തുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ആദ്യമായിട്ടോ ഈ കഫേയിലോട്ട് വരുന്നത്. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഉള്ളിൽ നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു. 5 ഷവർമയും 3 4 മൊയ്റ്റോ, 3 ഗ്രീൻ ആപ്പിൾ ആൻഡ് ഒരു മാംഗോ മൊജിറ്റോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.